മനുഷ്യജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമെന്ന് പറയുന്നത് അവരുടെ ലൈംഗിക ജീവിതമാണ്. മനുഷ്യരിൽ പ്രത്യേകിച്ച് അതിൻ്റെ ഒരു കാര്യം എന്ന് പറയുന്നത് വംശവർദ്ധനവിന് വേണ്ടിയുള്ളതും അതിൻ്റെ മറുവശം എന്ന് പറയുന്നത് ലൈംഗിക തൃപ്തി അഥവാ സന്തോഷം എന്നുള്ളതാണ്. ഇതിൽ പുരുഷന്മാരിൽ പലപ്പോഴും ലൈംഗിക ബലക്കുറവ് വരാറുണ്ട്. അത് ലിംഗത്തിൻ്റെ ബലശേഷി കുറയുക, അല്ലെങ്കിൽ ലിംഗത്തിൻ്റെ ഉദ്ധാരണശേഷി കുറയുക, അല്ലെങ്കിൽ ലിംഗത്തിൻ്റെ വലിപ്പത്തിലുള്ള വ്യത്യാസം, ഇതെല്ലാം നമ്മളിൽ പ്രശ്നം ഉണ്ടാക്കാറുണ്ട്. വേറൊരു കാര്യം എന്ന് പറയുന്നത് ഇത് ഒരു പുതിയ അസുഖമൊന്നുമല്ല. പുരാണങ്ങളിൽ, അതായത് 5000 വർഷങ്ങൾക്ക് മുമ്പേ ഉള്ള മനുഷ്യരിൽ പോലും ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു എന്ന് രേഖപ്പെടുത്തിയിട്ടുള്ളത് കൊണ്ട് തന്നെ ഇത് പുതിയൊരു അസുഖമല്ല എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. സാധാരണയായിട്ട് 15 വയസ്സിന് മുകളിൽ 60 വയസ്സ് വരെയുള്ള പീരിയഡിൽ വളരെ ആക്റ്റീവായിട്ടുള്ള ലൈംഗിക ശേഷി പീരിയഡാണ്. ഇതിൽ പലപ്പോഴും മനുഷ്യന്മാരിൽ, പ്രത്യേകിച്ച് പുരുഷന്മാരിൽ ഉണ്ടാകുന്ന ഒരു പ്രശ്നം എന്ന് പറയുന്നത് സ്ഥിരമായിട്ട് ഉദ്ധാരണശേഷി കുറയുന്ന ഒരു അവസ്ഥ ഉണ്ടാകാം. അതിനെപ്പറ്റിയാണ് നമ്മൾ ഇന്ന് സംസാരിക്കുന്നത്. എൻ്റെ പേര് ഡോക്ടർ KT വിനോദ് കൃഷ്ണൻ. ഞാൻ പട്ടാമ്പിയിൽ അമിയ ആയുർവേദ നഴ്സിംഗ് ഹോം എന്ന സ്ഥാപനം നടത്തി വരുന്നു. 32 വർഷമായിട്ട് ഇവിടെ പ്രവർത്തിക്കുന്ന സ്ഥാപനമാണ് അമിയ ആയുർവേദ നഴ്സിംഗ് ഹോം. അപ്പോൾ ഞാനിവിടെ പറഞ്ഞു വന്ന പോലെ ഉദ്ധാരണശേഷി കുറയുന്നത് കൊണ്ട് സാമൂഹികമായുള്ള പ്രശ്നങ്ങളും അതുപോലെ തന്നെ സമൂഹത്തിൽ വരും തലമുറകളുടെ എണ്ണം കുറയുമോ എന്നുള്ള ഭീതി ഉള്ളത് കൊണ്ട് മാത്രമാണ് ഇത്തരം കാര്യങ്ങൾ ഒരു ചികിത്സാ പദ്ധതിയുടെ കീഴിലേക്ക് കൊണ്ടുവന്നത്. ഇതിൽ നമ്മൾ ഏറ്റവും പ്രധാനമായി ശ്രദ്ധിക്കേണ്ടത് ഒരു കാര്യം എന്ന് പറയുന്നത് ചില ലൈംഗിക ഹോർമോണുകളുടെ കുറവ് ലൈംഗിക ഉദ്ധാരണശേഷിക്ക് കാരണമായി തീരും. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ടെൻഷൻ കൊണ്ട് ഉദ്ധാരണശേഷി കുറയാം. മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ഭക്ഷണം സമീകൃതമല്ലാതെ വരിക, പ്രോട്ടീൻ്റെയും അതുപോലെ തന്നെ ഫാറ്റിൻ്റെയും അളവ് വേണ്ട രീതിയിൽ കിട്ടാതെ വരിക, ഇതെല്ലാം സാധാരണ രീതിയിൽ ലൈംഗിക ഉദ്ധാരണശേഷിക്ക് പ്രശ്നം ഉണ്ടാക്കാം. ഇങ്ങനെ വരുമ്പോൾ അതിന് തക്കതായിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് എടുക്കണം. മറ്റൊരു പ്രധാന പ്രശ്നം എന്ന് പറയുന്നത് വളരെ വിട്ടു നിൽക്കേണ്ടി വരിക, ഭാര്യയുമായിട്ട് വിട്ടു നിൽക്കേണ്ടി വരുന്നവരിലും ലൈംഗിക ശേഷി കുറയാറുണ്ട്. ഇതെല്ലാം കൃത്യമായ രീതിയിൽ ചികിത്സിക്കുകയും പരിഹാരങ്ങൾ കണ്ടെത്തുകയും ചെയ്തു കഴിഞ്ഞാൽ വളരെ ഗുണകരമായിട്ടുള്ള രീതിയിൽ ഇതിന് മാറ്റങ്ങൾ ഉണ്ടാക്കാമെന്നുള്ളതാണ്. ഇന്ന് നമ്മുടെ സമൂഹം നേരിടുന്ന പ്രധാന വിവാഹമോചന കേസുകളുടെ വില്ലൻ എന്ന് പറയുന്നത് അതിലൊന്ന് പുരുഷൻ്റെ ഉദ്ധാരണശേഷി കൊണ്ടുണ്ടായ പ്രശ്നങ്ങളാണ്. അത് കൃത്യമായിട്ട് പരിഹരിച്ചില്ലെങ്കിൽ ഒരുപാട് പ്രശ്നങ്ങൾ സമൂഹത്തിലുണ്ടാവും എന്നുള്ളത് കൊണ്ടാണ് ഈ ഒരു ക്ലാസ്സിന് വേണ്ടിയിട്ട് തയ്യാറായത്. മനുഷ്യലിംഗത്തിൻ്റെ ഘടന വെച്ച് നോക്കിക്കഴിഞ്ഞാൽ അതിൽ സ്പോഞ്ച് പോലെയുള്ള 2 മാംസപേശികളുണ്ട്. അതിലേക്ക് രക്തം എരച്ച് കയറുമ്പോഴാണ് ലിംഗത്തിന് ഉദ്ധാരണശേഷി ഉണ്ടാകുന്നത്. അത് മനസ്സിൽ അത്തരമൊരു തോന്നൽ വരുമ്പോൾ അതിലേക്ക് ഹോർമോണുകൾ പ്രത്യേകമായിട്ട് പമ്പ് ചെയ്യുമ്പോഴാണ് ഈ സാധാരണ രീതിയിലുള്ള ഉത്തേജനം ഉണ്ടാകുന്നത്. അത് ഉണ്ടായിട്ടില്ലെങ്കിൽ അതിൻ്റെ പ്രശ്നം എങ്ങനെ പരിഹരിക്കാം എന്നുള്ളതിൻ്റെ ഒരു പ്രധാന കാര്യമെന്ന് പറയുന്നത് അതിനുള്ള ഔഷധങ്ങളും അതുപോലെ തന്നെ ഭക്ഷണങ്ങളും കൃത്യമായി ചെയ്യണം. അത് വളരെ വിദഗ്ധനായിട്ടുള്ള ഒരു ഡോക്ടറെ കണ്ട് അദ്ദേഹം നിങ്ങളെ പരിശോധിക്കുകയും അതുപോലെ തന്നെ നിങ്ങളുടെ ഭക്ഷണക്രമവും ഉറക്കവും ഉൾപ്പെടെയുള്ള എല്ലാ കാര്യങ്ങളും പരിശോധിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ അതിനുള്ള പരിഹാരം കണ്ടെത്താൻ പറ്റും. ഇതിലേറ്റവും പ്രധാന കാര്യം എന്ന് പറയുന്നത് ഒന്ന് കൃത്യസമയത്ത് ഉണരുക എന്നുള്ളത്. രാവിലെ ഉദയത്തോട് തന്നെ ഉണരുക, അത് കഴിഞ്ഞ് ദിനചര്യകൾ കഴിഞ്ഞതിന് ശേഷം കുറച്ച് വ്യായാമം ചെയ്യുക, അത് കഴിഞ്ഞതിന് ശേഷം കൃത്യമായി ഭക്ഷണം കഴിക്കുക. അതുപോലെ ഉറക്കം എന്ന് പറയുന്നത് ലൈംഗിക ഉത്തേജനത്തിൽ പ്രധാന ഘടകമാണ്. ഉറക്കം കുറയുകയാണെങ്കിൽ അനിദ്ര അല്ലെങ്കിൽ ഉറക്കമില്ലാത്ത അവസ്ഥ എന്ന് പറയുന്നത് സാധാരണ രീതിയിൽ വൈക്ലഭ്യം എന്ന് പറയുന്ന അല്ലെങ്കിൽ ഷണ്ഡത എന്ന് പറയുന്ന പ്രശ്നം ഉണ്ടാക്കുന്ന ആയുർവേദ പ്രാമാണിക ഗ്രന്ഥങ്ങളിൽ 3500 വർഷങ്ങൾക്ക് മുമ്പ് തന്നെ പറഞ്ഞു വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഉറക്കം ഒരു പ്രധാന ഘടകമാണ്. മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ ആഴ്ചയിൽ 2-3 ദിവസമെങ്കിലും ശരീരം മുഴുവൻ തൈലം പുരട്ടി കുളിക്കണം. പ്രത്യേകിച്ച് ലൈംഗിക അവയവത്തിൽ തൈലം പുരട്ടി അരമണിക്കൂർ തൈലം പുരട്ടിയിരുന്ന് തലോടിയതിന് ശേഷം പിന്നീട് വേനൽക്കാലങ്ങളിൽ തണുത്ത വെള്ളവും വർഷക്കാലങ്ങളിൽ ഇളം ചൂടുവെള്ളവും ഉപയോഗിച്ച് കുളിക്കുന്നത് ലൈംഗിക ഉത്തേജനത്തിന് സഹായിക്കുന്നതാണ്. മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഇതിൽ ഉപയോഗിക്കുന്ന മരുന്നുകളാണ്. അശ്വഗന്ധ, കന്മദം തുടങ്ങിയ ഒരുപാട് മരുന്നുകളും അതുപോലെ മാംസഭക്ഷണങ്ങളും അതുപോലെ തന്നെ പച്ചക്കറികളും സാധാരണ രീതിയിൽ ലൈംഗിക ഉത്തേജനത്തിന് സഹായിക്കുന്നവയാണ്. ഇത് കൃത്യമായ രീതിയിൽ കഴിക്കുകയാണ്. ചായ, അതുപോലെ തന്നെ മദ്യം, ബിവറേജസ്, ഇതെല്ലാം കഴിയുന്നത്ര ഒഴിവാക്കുക. ഇതെല്ലാം ലൈംഗിക ശേഷിയെ കുറയ്ക്കുന്നതാണ്. വേറൊരു കാര്യം എന്ന് പറയുന്നത് ഒരുപാട് നേരം ചെയറിലിരുന്ന് ജോലി ചെയ്യുന്നവരിൽ ഇപ്പോൾ ഉള്ള ഉദ്യോഗസ്ഥന്മാരൊക്കെ നേരിടുന്ന ഒരു പ്രശ്നം അതാണ്. കുറേ നേരം, അധികം നേരം ഇരുന്ന് ജോലി ചെയ്യുമ്പോൾ
ശരീരത്തിൽ അടിഭാഗത്ത് ചൂട് കൂടുകയും അത് ലൈംഗിക ശേഷിയെ കുറയ്ക്കുകയും ചെയ്യും. വേറൊരു കാര്യം എന്ന് പറയുന്നത്, ഇപ്പോൾ നമ്മൾ എ സിയിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ്. കേരള സമൂഹം മൊത്തത്തിൽ എ സിയിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ്. 25 ഡിഗ്രിയിൽ താഴെ വരുന്ന ടെമ്പറേച്ചറിൽ നമ്മൾ എ സി ഇട്ട് അധികം നേരം ഇരിക്കുന്നവരിൽ ലൈംഗിക ഫ്രിജിഡിറ്റി എന്ന് പറയും, അതായത് ലൈംഗിക ശേഷിയോടൊരു മരവിപ്പ് തോന്നുക എന്ന് പറയുന്ന അവസ്ഥ ഉണ്ടായിരിക്കും. മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, നമ്മൾ വ്യായാമം ചെയ്യാത്തതുകൊണ്ട് ശരീരത്തിൽ ഹോർമോൺസും അതുപോലെ തന്നെ ബ്ലഡും ചില ഭാഗങ്ങളിൽ പൂർണ്ണമായോ അല്ലെങ്കിൽ ഭാഗികമായോ കെട്ടി നിൽക്കുന്നത് കൊണ്ട് ഹോർമോൺ സർക്കുലേഷനും ബ്ലഡ് സർക്കുലേഷനും ശരിയാവാത്തതും ലൈംഗിക ശേഷിക്ക് പ്രശ്നമുണ്ടാക്കുന്നതാണ്. ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധിച്ചുകൊണ്ട് വേണം ഇതിൽ ട്രീറ്റ്മെൻറ്റ് എടുക്കാൻ. ഇനി ട്രീറ്റ്മെൻറ്റിലേക്ക് വരുമ്പോൾ ആയുർവേദത്തിൽ പറയുന്ന ഒരു പ്രധാന ട്രീറ്റ്മെൻറ്റ് എന്ന് പറയുന്നത്, തലയിൽ തൈലം ധാര ചെയ്യുന്ന പോലെ തന്നെ രോഗിയുടെ അരക്കെട്ടിലും അതുപോലെ ലിംഗത്തിലും തൈലം ഇളം ചൂടോടെ ചൂടാക്കി ധാര ചെയ്യുന്നത്, തലയിൽ ധാര ചെയ്യുന്ന പോലെ തന്നെ ചട്ടി ഉപയോഗിച്ച് ധാര ചെയ്യുന്നത് ലൈംഗിക ശേഷി ഉത്തേജിപ്പിക്കാൻ ശ്രമിക്കും. അതായത് ആയുർവേദത്തിൽ ധ്വജഭംഗം എന്ന് പറയുന്ന ഒരു അസുഖം പറയുന്നുണ്ട്. ലിംഗത്തിന് ബലക്കുറവ് വരുന്ന ഒരു പ്രത്യേക അവസ്ഥയാണ്. അങ്ങനെ വരുന്ന അവസ്ഥയിൽ തൈലം ചൂടാക്കി ചട്ടി കെട്ടി ധാര ചെയ്ത് കഴിഞ്ഞാൽ ലിംഗോത്തേജനം ഉണ്ടാകുന്നു. ഇത് ഞങ്ങൾ റിസർച്ചിൻ്റെ പാർട്ടായിട്ട് ഞങ്ങളുടെ ഹോസ്പിറ്റലും മറ്റു ഹോസ്പിറ്റലുകളും ചെയ്തപ്പോൾ വളരെ എഫക്റ്റീവായിട്ടുള്ള റിസൾട്ട് കിട്ടിയിട്ടുണ്ട്. മാത്രമല്ല ബീജങ്ങളുടെ എണ്ണം വർദ്ധിപ്പിക്കുന്നതിനും ഇത് ആയിട്ടുണ്ട്. വേറൊന്ന് പ്രിമാച്വർ എജാക്കുലേഷൻ എന്ന് പറയും. അതായത് ലിംഗം പരിപൂർണമായി ബലം വരുന്നതിന് മുമ്പേ ബീജത്തിൻ്റെ വിസർജനം ഉണ്ടാവുക. അപ്പോൾ അതിൻ്റെ ലൈംഗിക തൃപ്തിയും അതുപോലെ തന്നെ ഗർഭോധാരണത്തിനും ഒരു പക്ഷേ അത് കാരണമായി തീരാം. അതും ഈ ചികിത്സാ രീതി കൊണ്ട് വ്യത്യാസം കിട്ടും. മാത്രമല്ല തൈലവസ്തി എന്ന് പറയുന്ന ആയുർവേദത്തിലെ ഒരു ചികിത്സ, അതൊരു ടൈപ്പ് ഓഫ് എനിമയാണ്. തൈലം ഉപയോഗിച്ച് എനിമ ചെയ്തു കഴിഞ്ഞാൽ ഈ ഒരു അവസ്ഥ മാറിക്കിട്ടും. ഇതേപോലെ തന്നെ ശിരോധാര എന്ന് പറയുന്ന ഒരു ട്രീറ്റ്മെൻറ്റ് ഉണ്ട്. തൈലം കൊണ്ട് ശിരസിൽ ധാര ചെയ്യുന്നതാണ്. ഇതും ഈ ലൈംഗികത്തിന്. അതുപോലെ തന്നെ ആയുർവേദത്തിൽ പറയുന്ന പിഴിച്ചിൽ, അതുപോലെ തന്നെ ഞവര തുടങ്ങിയാണ്. ഏറ്റവും പ്രധാനമായി ശ്രദ്ധിക്കേണ്ടത് ബാലൻസ്ഡ് ആയിട്ടുള്ള തന്നെ ഡ്രൈ ഫ്രൂട്ട്സ്, അതുപോലെ തന്നെ അരി, ഗോതമ്പ്, എള്ള്, അതുപോലെ ഉഴുന്ന്, അതുപോലെ തന്നെ പിന്നെ നമ്മൾ മാംസഭക്ഷണങ്ങൾ, അതുപോലെ ആടിൻ്റെ മാംസം പ്രധാനമാണ്. ആടിൻ്റെ വൃഷണം ഇതിൽ വളരെ പ്രധാനമാണ്. നായ്ക്കൊരണ പരിപ്പ് തുടങ്ങിയവ ശാസ്ത്രീയമായിട്ട് ഒരു ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം ഉപയോഗിക്കുകയാണെങ്കിൽ ഈ ലൈംഗികമായിട്ടുള്ള ലിബിഡോ എന്ന് പറയുന്ന ബലക്കുറവ് എന്ന് പറയുന്ന കണ്ടീഷനെ നമുക്ക് പൂർണ്ണമായിട്ടും മാറ്റിയെടുക്കാൻ പറ്റും. അത് ഒരു സമൂഹത്തിൻ്റെ ആരോഗ്യത്തിൽ ഈ ലൈംഗിക ശേഷി എന്ന് പറയുന്നത് വളരെ പ്രധാനമാണ്. വരും തലമുറ ഉണ്ടാകുന്നതിനൊരു പ്രധാന കാരണം ഇതാണ്. മാത്രമല്ല പ്രാമാണിക ഗ്രന്ഥങ്ങൾ അതേ കാലത്ത് അത് എഴുതിയ കാലഘട്ടത്തിൽ തന്നെയാണ് വാത്സ്യായന മഹർഷി കാമസൂത്രം അല്ലെങ്കിൽ കാമശാസ്ത്രം എന്ന് പറയുന്ന ഗ്രന്ഥം, ഇതിന് വേണ്ട ഔഷധങ്ങളും ചികിത്സകളും ഇതിലെ പോരായ്മകളും എന്തൊക്കെ ചെയ്യണമെന്നൊക്കെ വളരെ വിശദമായി പറഞ്ഞിട്ടുണ്ട്. അത്രയും ഓപ്പണായിരുന്നു നമ്മുടെ പൂർവികർ എന്നുള്ളതാണ് പറയുന്നത്. വളരെ വിശദമായിട്ടുള്ള കാര്യങ്ങളാണ് നമ്മളിപ്പോൾ പറഞ്ഞത്. ഇത്തരം ഒരു ക്ലാസ് നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുകയാണ്. എല്ലാവർക്കും ആയുരാരോഗ്യ സൗഖ്യവും അതുപോലെ തന്നെ വളരെ ശക്തവും ബലിഷ്ഠമായിട്ടുള്ള ശരീരവും ആരോഗ്യവും നേർന്നുകൊണ്ട് നിർത്തുന്നു. നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.